അല്ലേ ഞാൻ ഇനി വീട്ടിലേക്കില്ല. ഞാൻ എടാ അമ്മ വിളിച്ചാ നീ എന്താ വഴക്കിട്ട് തുടങ്ങിയ? അതങ്ങനൊക്കെ വഴക്കൊക്കെ ഇടും. ഞാൻ ഇനി വീട്ടിലേക്കില്ല. എന്റെ വീട്ടിൽ സംഭവം ശരി, എനിക്ക് ജോലിയില്ല. എന്നും പറഞ്ഞ് എന്റെ തീരുമാനങ്ങൾക്ക് അവർ വിലയും തരുന്നില്ല. അതും ഞാൻ വിട്ട്. പക്ഷേ അളി എന്റെ ജീവിതത്തിൽ ഒരാളുണ്ട്. എനിക്ക് അയാൾക്ക് എന്ത് പറ്റുന്നുള്ള എനിക്ക് എന്നും അറിയണം. അതൊക്കെ ഉണ്ടോ? മീരയെ കുറിച്ച് എനിക്ക് എല്ലാം അറിയണം. മീരയ്ക്ക് എന്തോ പറ്റുന്നത് എനിക്കറിയണം. പക്ഷേ അളി എന്നാലും എന്റെ അമ്മ എന്നോട് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാ നിനക്കും എന്നോട് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലല്ലോ. നീ ശ്രദ്ധിച്ചേക്ക്. എന്നിട്ട് നീ പറ ആരുടെ ഭാഗത്താ ന്യായം. ഞാൻ ഇന്നലെ വളരെ യാദൃശ്യമായിട്ട് ഞാൻ വീട്ടിൽ ഒരു കാര്യം പോയി. എന്റെ അമ്മ ഞാനും അമ്മയും ഒരുമിച്ചിരുന്ന സീരിയല് ഒരുമിച്ചിരുന്ന സീരിയല് കാണുന്നത്. പക്ഷെ ഇന്നലെ എന്റെ അമ്മ ഞാനില്ലാതെ സീരിയല് മൊത്തം ഇരുന്ന് കണ്ട്. അവിടെ എൻ്റെ അടുത്ത് പറയാ, നിനക്ക് വേണമെങ്കിൽ അതാ എന്റെ വിഷമം ആർക്കും മനസ്സിലാ. സീരിയലില് മീരയുണ്ട്. അപ്പോൾ അമ്മ പറയോ, നിനക്ക് വേണമെങ്കിൽ റീടെലികാസ്റ്റ് ഇരുന്ന് കണ്ടോളാം. അല്ല എനിക്കത് സഹിച്ചില്ലല്ലേ. അങ്ങനെ ഒരു ഔദാര്യം എനിക്ക് വേണ്ട. അങ്ങനെ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് പൈസ ഒപ്പിച്ചു തരണം. ഞാൻ ഇവിടുന്ന് പോവാ. അല്ല ഞാൻ ഒരു കാര്യം ചോട്ടെ, നിന്റെ വീട്ടിൽ ടി വി ഉണ്ടോ? തല്ലി പൊട്ടിച്ച് ഇറങ്ങടാ. ഞാൻ വേണം നിന്റെ വീട്ടിൽ താമസിക്കാം. ഇറങ്ങടാ, വേണ്ട ഇറങ്ങടാ.